ഹായ് ഫ്രണ്ട്സ്, ഹലോ കുട്ടികൾക്ക് ബിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു ചില്ലൂപ്പി ഉപയോഗിച്ചിട്ട് ഒരു ഫിഷ് അക്വേറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ കുപ്പി വേണം. ഇനി നമുക്ക് ഇതുപോലെ കുപ്പിയുടെ മേൽഭാഗത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അടുത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു എക്സ്റേ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ വീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്റേ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത കുപ്പിയുടെ ആ ചെറിയ കഷ്ണത്തിൽ ഇതുപോലെ റൗണ്ടിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത് ഫെവിക്വിക്കാണ്. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് റൗണ്ടിൽ ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുപ്പിയിൽ നിന്ന് രണ്ടാടി നമുക്ക് ഊരിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് വണ്ണം കുറഞ്ഞ ചകിരിക്കയറാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ കയറൊന്ന് സ്പ്രേ പെയിൻറ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് സ്പ്രേ പെയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധം പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ എക്സ്റേ ഷീറ്റ് മുതൽ മുകളിലേക്ക് മൊത്തത്തിൽ നമുക്ക് ആ കയറൊന്ന് ചുറ്റിയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടിലും ഇതുപോലെ പശ ഒഴിച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. ഓരോ റൗണ്ട് നമ്മൾ ചുറ്റും തോറും അതേപോലെ പശ ഒഴിക്കണം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പോൾ പശ കയ്യിലൊന്നും ആകാതെ നോക്കണം. ഫെവിക്വിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കൈയും പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേൽഭാഗത്ത് കുറച്ച് പെയിൻറ് ചെയ്യാത്ത കയറിൻ്റെ കഷ്ണമാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തുറക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു 3 റൗണ്ട് കയറും കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് മുകളിലേക്ക് ഒട്ടാതെ നോക്കണം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പോൾ ഏകദേശം അറിയാത്ത രീതിയിൽ കുറച്ച് ചേർത്ത് വേണം ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിക്കണം. ഇതുപോലെ നമുക്ക് തുറന്നെടുക്കാൻ പറ്റണം. ആ രീതിയിൽ വേണം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ. ഇനി നമുക്ക് അടിഭാഗത്തും ഇതുപോലെ കുറച്ച് റൗണ്ടിൽ കയർ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടിഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കയറിൽ നിന്ന് തെറിച്ച് നിൽക്കുന്ന നാരുകളൊക്കെ ഒരു കത്രികയും കൊണ്ട് മുറിച്ച് കളയാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അക്വേറിയത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മീനിടാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കളറുകൾ ഇടാം.
ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഫൈറ്ററിനെയാണ് ഇട്ടാക്കുന്നത്. ഈ ഫൈറ്റർ എന്ന് പറയുമ്പോൾ ബീറ്റ എന്ന് പറയുന്ന മീൻ തന്നെയാണ്, പിന്നെ വേറെ രീതി പറയുന്നത് മാത്രം. അപ്പോൾ നമ്മുടെ ഫൈറ്ററൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നീന്തുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടാണ് നമ്മുടെ അക്വേറിയം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ അക്വേറിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ ഹാളിലൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.